സ് അങ്ങനെ പുതുതായി ഈ ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടവരൊന്നും തന്നെ ഈ എന്താണ് പറയുക അങ്ങനെ ഒരു പക്ഷത്തിന്റെ വക്താക്കളായവരെ മാത്രം തെരഞ്ഞെടുത്തു എന്നൊരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നില്ല. അത് നേരത്തെ അലക്സ് പറഞ്ഞു വന്ന കാര്യം തന്നെയാണ്. ഒരുപക്ഷെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ മാത്രമേ അവർക്ക് പറയാൻ കഴിയുള്ളൂ, വിശദീകരിക്കാൻ കഴിയുള്ളൂ. പക്ഷേ പാർട്ടിക്കകത്ത് അതായിരിക്കില്ല സ്ഥിതി എന്നതാണ് നമ്മൾക്കൊരു പക്ഷേ ഈ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന വൃത്തങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. അലക്സ്, എങ്ങനെ വിലയിരുത്താം അത്? പാർട്ടിയിൽ ഇനി ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ കോണുകളിൽ ചർച്ചയാകും? അത് ഉണ്ടാക്കാൻ പോകുന്ന ദുരവ്യാപക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും BJP-യിൽ? പ്രചരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേതാക്കളുടെ ഈ വിശദീകരണം പൊതുസമൂഹത്തോട് അവർ സ്വാഭാവികമായി നടത്തുന്നതാണ്. അത് അങ്ങനെ തന്നെ വരും. പക്ഷേ നേരത്തെ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് എസ് സുരേഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 60% പേരെ റീപ്ലേസ് ചെയ്തു കഴിഞ്ഞു. 60% പുതിയ ടീമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഭാരവാഹികളായി വന്നതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. നേരത്തെ കെ സുരേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ഉൾപ്പെടുത്തിയത്, അതായത് അദ്ദേഹത്തിന്റെ വിഭാഗം അവകാശപ്പെടുന്നത് അദ്ദേഹം യുവാക്കൾക്ക്, വനിതകൾക്ക് ഒപ്പം സാമുദായിക സമവാക്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു കൃത്യമായ അനുപാതത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സംസ്ഥാന ഭാരവാഹികളായിരുന്നു അന്ന് കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിരുന്നതെന്നാണ് അദ്ദേഹം അടുപ്പമുള്ളവർ അവകാശപ്പെടുന്നത്. പക്ഷേ അത് പൂർണ്ണമായി വെട്ടിയിരിക്കുന്നു, അത് പൂർണ്ണമായി വെട്ടിനിരത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 60% പേരെ മാറ്റുന്നു എന്ന് അഡ്വക്കേറ്റ് എസ് സുരേഷ് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് കാര്യം വ്യക്തമാണ്. മാത്രമല്ല, ഇതൊരു വിഭാഗത്തിൻ്റെ, ഒരു ഗ്രൂപ്പിൻ്റെ മാത്രമായി ഈ സംസ്ഥാന ഭാരവാഹികൾ മാറി എന്ന പട്ടിക ചൂണ്ടിക്കാട്ടി അവർ തന്നെ വാദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പി കെ കൃഷ്ണദാസ് വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ആ പട്ടികയിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ആളുകളെല്ലാം. അതുമാത്രമല്ല, രാജീവ് ചന്ദ്രശേഖറിനൊപ്പം നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ ജനറൽ സെക്രട്ടറിമാർ 2 പേരുണ്ട്. അത് അനൂപ് ആന്റണിയും അഡ്വക്കേറ്റ് എസ് സുരേഷ് പോലുള്ള നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായി ഇത് പാർട്ടിക്കുള്ളിൽ വലിയ കലഹങ്ങൾക്ക് തന്നെ വഴിവെക്കും. നമ്മൾ വി മുരളീധര പക്ഷത്തെ 1-2 നേതാക്കളുമായി സംസാരിച്ചിരുന്നു. അവർ ഇപ്പോൾ എടുക്കുന്ന നിലപാട് പാർട്ടിക്കുള്ളിൽ തന്നെ ഫൈറ്റ് ചെയ്യുക എന്നുള്ള നിലപാടാണ് അവർ എടുത്തിരിക്കുന്നത്. അതായത് പാർട്ടിയുടെ ഘടകങ്ങളിൽ, ഫോറങ്ങളിൽ ഈ വിഷയം ഉന്നയിക്കുക എന്നുള്ളത് തന്നെയാണ് അവർക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട പോംവഴികളിൽ നിന്ന്. ആ ഒരു രീതി തന്നെയായിരിക്കും, ആ ഒരു നിലപാട് തന്നെയായിരിക്കും അവർ പിന്തുടരുക. പ്രജിൻ. അലക്സ് ആണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും BJP-യുടെ പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചു. അതിൽ തന്നെയുള്ള അതൃപ്തി പല കോണുകളിൽ നിന്നും പലരും ഉന്നയിക്കുന്നുണ്ട്. അത് പക്ഷേ പൊതുസമൂഹത്തിന് മുന്നിൽ പറയുന്നില്ല, അത് പാർട്ടി ഘടകങ്ങൾ തന്നെ പറയും എന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നുമുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പുതിയ പേരുകൾ വന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഷോൺ ജോർജ്, മുൻ IPS ഉദ്യോഗസ്ഥ ശ്രീലേഖ, അവർ അടങ്ങുന്ന വൈസ് പ്രസിഡന്റുമാരുടെ 10 അംഗ വൈസ് പ്രസിഡന്റുമാരുടെ നിര തന്നെ ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇനി അലക്സിലേക്ക് ഒരിക്കൽ കൂടി. അലക്സ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇപ്പോൾ അലക്സ് പറഞ്ഞു തന്നെയാണ്. MT രമേശ് അതേ സ്ഥാനത്ത് തുടരുന്നൊരു സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ടേമിലും ജനറൽ സെക്രട്ടറി ആയിരുന്ന MT രമേശ് അതേ സ്ഥാനത്ത് തന്നെ തുടരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാനത്തിനുള്ള ആകെയുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ പേര് അത് ഇത്തവണയും സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ എവിടെയും ഇല്ല എന്നുള്ളതാണ്. അത് സുരേഷ് ഗോപിയുടെ നേരത്തെ തന്നെയുള്ള നിലപാട് അതിനെ മാനിച്ചുകൊണ്ട് തന്നെയാണോ? പ്രജന തീർച്ചയായും അദ്ദേഹം ഒന്നാമത്തെ കാര്യം, സുരേഷ് ഗോപി സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട അടുപ്പമുള്ള ആളല്ല. അദ്ദേഹം ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ആളാണ്. അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ കാലത്താണെങ്കിലും കെ സുരേന്ദ്രൻ്റെ കാലത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ നിലപാടും രീതിയും അതുതന്നെയാണ്. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, പാർട്ടിയുടെ ഔദ്യോഗിക ഫോറങ്ങളിലേക്ക് ഈ ഭാരവാഹി പട്ടികകളിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്തരുതെന്നൊരു ആവശ്യം അദ്ദേഹം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നതാണ്. സ്വാഭാവികമായി അദ്ദേഹത്തെ ഉൾപ്പെടുത്തേണ്ട ഫോറം അത് സംസ്ഥാന ഘടകമല്ല എന്നുള്ളത് എടുത്തു പറയുന്നു. അത് സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട ആളല്ല. അങ്ങനെ ഉൾപ്പെടുത്തണമെങ്കിൽ അദ്ദേഹത്തെ ദേശീയ ഭാരവാഹി പട്ടികയിലോ മറ്റോ ആണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേര് ഉൾപ്പെടുത്തേണ്ടത്. എന്നാണെങ്കിൽ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് നിലവിൽ തുടരാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നതും. അത്തരത്തിലുള്ള ആ ജോലിയാണ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ളവർ തന്നെ ഏൽപ്പിച്ചതെന്നാണ് സുരേഷ് ഗോപി ആവർത്തിച്ച് പറയുന്നത്. അതുതന്നെ തുടരാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത്. പ്രജിൻ. അലക്സ് രാമഹോദാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.